വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖാണെന്ന് വിചാരിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു വ്ളോഗിൽ. ഞാൻ വ്ളോഗിങ് സ്പേസിൽ കുറച്ച് നാളായിട്ടില്ലായിരുന്നു. എന്ത് ചെയ്യാനാ, ഞാൻ മതിലിയാടാൻ പോയതല്ല, കുറച്ചേറെ കാര്യങ്ങളൊക്കെ നടന്നു, അതുകൊണ്ടാണ് ഇല്ലായിരുന്നത്. അപ്പം ഞാൻ ഇന്ന് വന്നത്, നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു Q&A വീഡിയോ ഇട്ടായിരുന്നു. കുറേയേറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരം ഞാൻ വരിയായിട്ട് പറയാൻ പോകുന്നു. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അക്കേസ് ഹിയർ, ഫ്രം വേർ യു ഗെറ്റ് ദാറ്റ് മച്ച് മണി? ദാറ്റ്സ് ബിഗ് ക്വസ്റ്റ്യൻ. എവിടുന്ന് ഇത്ര പൈസ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഏകദേശം 7 ചാനലുണ്ട് എന്ന് വെച്ചാൽ യൂട്യൂബിൽ മാത്രം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു പലതുള്ളി പെരുവെള്ളം കണക്ക് ഞാൻ ഓരോന്ന് പറയുന്നത് മെനക്കെട്ട് ഇട്ടിട്ട് ഒരു ലെവൽ എത്തിക്കുന്നതാണ്. ടോപ്പ് ഇന്ത്യൻ യൂട്യൂബേഴ്സ് കണക്ക് എനിക്ക് കോടികളൊന്നും കിട്ടുന്നില്ല. അതൊക്കെ ഉണ്ടായിരുന്നേ പോലെ ലെവൽ മാറിയാണ്. ഇപ്പോൾ ഒരു ഹൗസ് ബോട്ടൊക്കെ മേടിച്ചിട്ട് ഇട്ടേനെ വെറുതെ. അതിൻ്റെ പൊക്കത്തിരുന്നായിരിക്കും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതിപ്പോൾ നടക്കുന്നില്ല. പിന്നെ ഇപ്പോൾ നടക്കുമായിരിക്കും, പറയാൻ പറ്റത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് മോട്ടിവേഷൻ ടു സ്റ്റാർട്ട് യൂട്യൂബ്? പേര് വായിക്കണേ, ഹെന എന്ന പേരെന്ന് തോന്നുന്നു. അപ്പം ഹെന, എൻ്റെ ബിഗ്ഗസ്റ്റ് മോട്ടിവേഷൻ ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ ഇസ് ഫ്രീഡം, ലിബർട്ടി, ട്രാവൽ, എവറിത്തിങ് കമ്പൈൻഡ്. എനിക്കൊരു ജോലിക്ക് കയറി 9 to 5 അല്ലെങ്കിൽ പട്ടാളത്തിൽ കയറാൻ ആഗ്രഹം. അങ്ങനെയൊന്നും കയറുന്നതിന് പകരം എനിക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കണമായിരുന്നു. there was a lot of insecurities and everything starting up. അപ്പോൾ അതൊക്കെ മാറ്റാൻ, എൻ്റെ ക്യാരക്ടറിനെ കൂടുതലും പുഷ് ചെയ്യാനും, പിന്നെ എനിക്ക് കുറേയൊക്കെ നിങ്ങൾ കാണുന്ന ഈ ഫുൾ ഇറ്റ്സ് ഓൾ സെൽഫ് മെയ്ഡ്. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ ഇത്ര ആക്കാൻ വേണ്ടി ഐ നീഡഡ് സം സ്പേസ് where I could keep on pushing my character. അപ്പോൾ എന്നെ ഇങ്ങനെ സ്വന്തമായിട്ട് എൻ്റെ ക്യാരക്ടർ സ്കിൽസ് എല്ലാം പുഷ് ചെയ്യാൻ പറ്റിയ ഒരു മീഡിയമാണ് ഞാൻ കണ്ടെത്തിയത് യൂട്യൂബായിട്ട്. യൂട്യൂബ് തുടക്കത്തിലൊക്കെ മഹാ ടാസ്ക് ആയിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, 9 വർഷം കഴിഞ്ഞപ്പം ഫൈനലി ഐ ബിക്കേം എ ഡീസെന്റ് യൂട്യൂബർ. ഞാൻ സ്വന്തമായിട്ട് പറയാറില്ല യൂട്യൂബർ ആണെന്ന്, ഐ എം സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയാറുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. സയു ചോദിക്കുന്നു, യൂട്യൂബ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? യൂട്യൂബ് ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒരു എഞ്ചിനീയർ ആയിരുന്നേനെ. ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അതുമില്ലായിരുന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും ബിസിനസ് തുടങ്ങിയേനെ. അതുമില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ഐ എം കേപ്പബിൾ, ഐ ഡോണ്ട് ഡൗട്ട് മൈ സ്കിൽ സെറ്റ്. സോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞാൻ മോസ്റ്റ്ലി എഞ്ചിനീയർ ആയിരുന്നേനെ, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആയിരുന്നു. 4 വർഷം ജോലി ചെയ്ത് ഐ ക്വിറ്റ് ബിക്കോസ് എൻ്റെ അപ്രൈസലിന് പൈസ അവർ കുറച്ച് ഇതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ രാജ്യത്ത് ഇറങ്ങിപ്പോയി. ഞാൻ എൻ്റെ മാനേജറിനൊക്കെ പറഞ്ഞ് ഇനി വേണ്ട, എനിക്കിങ്ങനെ ഔദാര്യത്തിലൊന്നും വേണ്ടെന്നും പറഞ്ഞ് അപ്പം തന്നെ രാജിവെച്ചത്. അഭിനവ് ചോദിക്കുന്നു, ബ്രോ വർക്കൗട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്തൂടെ? ഫ്യൂ ഇയേഴ്സ് ബാക്ക് ബ്രോ ജിമ്മൻ അർജുൻ എംപി ആയിരുന്നു, ഇപ്പോൾ ഹൾക്ക് എംപി ആയി. വി വാണ്ട് യുവർ ഓൾഡ് വേർഷൻ ബ്രോ. അതൊന്ന് കൊണ്ട് എന്നാലും ജിമ്മൻ അർജുൻ എംപി തിരിച്ചു വരും. ഇപ്പം ഞാൻ ഓൾ ഇന്ത്യ ഒക്കെ പോകാതിരിക്കുന്നതുകൊണ്ട് അവിടെ പോയിട്ട് നോൺ വെജ് ഒന്നും എനിക്ക് വല്ലയിടൊന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ പച്ചക്കറി അവിടെ പോയിട്ട് ശുദ്ധ ബ്രാഹ്മണരി. അപ്പോൾ ആ ഒരു വൈബി പോകുന്നതുകൊണ്ട് ഇപ്പോഴാണ് ഞാൻ ഉരുണ്ട് വരാൻ ശ്രമിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട് ട്രെയിനർ നിങ്ങൾക്ക് അറിയാമല്ലോ, അവനൊന്ന് ഉരുണ്ടെന്ന് എത്തിയിട്ട് ഞാൻ പിന്നെയും ഫാറ്റ് ടു ഫിറ്റ്, അല്ലാതെ നോർമൽ ടു ഫിറ്റിന് വരെ ഫാറ്റ് ടു ഫിറ്റ്. ഈ ആൾക്കാരൊക്കെ പറയും നിങ്ങൾക്കൊക്കെ എളുപ്പമാണ് ബോഡി വെയിറ്റ് ലൂസ് ചെയ്യാനും മറ്റേതും മറിച്ചെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ എന്നെ നല്ലൊന്ന് ഒബീസാക്കി ഉള്ള മസിലൊക്കെ കളഞ്ഞ് ഉരുട്ടിയെടുത്തിട്ട് പിന്നെ ആ ഒരു ഇതിൽ നിന്ന് ഞാൻ ഫിറ്റിലാകാൻ പോവുകയാണ്. അപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും അല്ലയോ, ഇതൊക്കെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഞാൻ എപ്പോഴും അത്ലറ്റിക്കലി ഫിറ്റ് ആയിരുന്നു. ഒറ്റയടിക്കിനെ കുളവാക്കുന്ന ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസാണ്. പക്ഷെ കുളവായിക്കൊണ്ടിരിക്കുന്നു, ഏകദേശം അവിടെ എത്തി, വരക്കെ ചാടി. ഇനിയും കുറച്ചുകൂടി ഒരു 15 കിലോ കുടിയാ പിന്നെ സെറ്റ്. ശിവം സാവത്ത് ചോദിക്കുന്നു, വാട്ട് അബൌട്ട് യുവർ ഡ്യൂക്ക് 1390? ഡ്യൂക്ക് 1390 ഞാൻ ഇപ്പോഴും മേടിക്കും. ഇപ്പോൾ ഏകദേശം ടാക്സ് കൂടി 40% ടാക്സ് ആയതുകൊണ്ട് നല്ല വില കൂടിയിട്ടുണ്ട്. ഒരു 34-35 ലാക്സ് ആയിരിക്കും അത് ഞാൻ മേടിക്കും. ഇപ്പം എൻ്റെ വീട്ടിൽ ഓൾറെഡി സ്ഥലവും മറ്റേതും മറിച്ചതും ടിപ്പിക്കൽ മലയാളി സ്റ്റഫൊക്കെ വരുന്നതുകൊണ്ട്, ടിപ്പിക്കൽ ഇന്ത്യൻ സ്റ്റഫ്, അപ്പോൾ അതൊക്കെ വരുന്നതുകൊണ്ട് അതിലോട്ട് ഞാൻ ഫോക്കസ് ചെയ്യുകയാണ്. ഒറ്റയടിക്ക് നമുക്ക് കുറേ അധികം കോടികൾ വേണ്ടി വരും. 3-4 വർഷത്തിൽ നമ്മൾ മിഡിൽ ക്ലാസ്സിൽ നിന്ന് അങ്ങോട്ട് പൊക്കത്തോട് ചാടാൻ നോക്കിയാൽ. വർഷങ്ങളെടുത്ത് ചെയ്യാനാണ്, ലൈഫ് ടൈം എടുത്ത് ചെയ്യാനാണെങ്കിൽ കുറച്ചുകൂടി മെതുവാ പോവാം. പക്ഷെ ഒറ്റയടിക്ക് ധൃതിയിൽ ചെയ്യണമെങ്കിൽ നല്ല കോടികൾ തന്നെ വേണം. ലക്ഷങ്ങളൊന്നും ഒന്നും ആകത്തില്ല, അതെനിക്ക് സാഡ്ലി മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് 1390 ഞാൻ 1390 മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ലോൺ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഹൗസിനൊക്കെ വേണ്ടി. അതുകൊണ്ട് 1390 എടുക്കാൻ ഞാൻ ആദ്യം, അല്ലെങ്കിൽ ലോൺ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മറ്റേനും ലോൺ എടുക്കാൻ പറ്റുന്ന 1390 ആദ്യം എടുത്തേനെ. എന്തായാലും 1390യിലുള്ള മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്, കുറച്ച് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ പെട്രോളൊക്കെ വെള്ളമായി തുടങ്ങുമ്പോൾ 1390 ഓടത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ 1390 എൻ്റെ വലിയ വീട്ടിൽ ഞാനിങ്ങനെ ഷാൻഡ്ലിയറായിട്ട് തൂക്കിയിടും. ഇങ്ങനെ മരമൊന്നും ഇല്ലല്ലോ, എന്തായാലും തൂക്കി കിടക്കുന്ന കാണാം ഇങ്ങനെ. ഇപ്പോൾ ആ സമയമായിട്ടില്ല, ഞാൻ മേടിക്കും. പക്ഷേ കേരളത്തിലെ ഫസ്റ്റ് 1390 അല്ലെങ്കിലും എൻ്റെ 1390 walked_00 is saying, as a true fan, why are you not consistent in your YouTube vlogs? Main channel video is okay, but vlogs is emotion. Why are you not consistent? വ്ളോഗ് ഇടാൻ എൻ്റെ മെയിൻ റീസൺ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്തോ ഫീലായി ഞാൻ കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ വ്ളോഗ് ചെയ്യണം. എപ്പോഴും എൻ്റെ ഈ ലൈഫ് മാത്രം ഈ വീഡിയോസിൻ്റെ പുറകെ പോകുന്ന ദിവസങ്ങളും ആ ഒരു കാര്യങ്ങളൊക്കെ മാത്രമേ അത് കാണിക്കുന്നുള്ളൂ. എനിക്ക് എവിടെയോ ഫീലായി അത് വേണ്ട, കുറച്ചുകൂടി വേണം എന്നുള്ള കാര്യം കാരണം ചില സമയത്തൊക്കെ എടുത്തില്ല. പിന്നെ ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി, പ്രയോറിറ്റീസ് കുറച്ച് മാറിക്കൊണ്ട് വന്നൊരു ഇതാണ്. ഇപ്പം ഉദ്ദേശിക്കുന്നത് വ്ളോഗിൽ ഞാൻ എവിടെയെങ്കിലും എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എവിടെയെങ്കിലും എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഐ വിൽ സ്റ്റിൽ കീപ്പ് ഇറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ്. ലൈക്ക് ഇവൻച്വലി എൻ്റെ ലൈഫ് എങ്ങനെ പോകുന്നു അതാണ് എൻ്റെ വ്ളോഗ്. അപ്പോൾ ലൈഫിലോട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ഇനി എക്സ്ട്രാ ആഡ് ഓൺ ചെയ്ത് കാണിക്കുന്നതിന് പകരം അത് പോകുന്നതൊക്കെ പോട്ടെ, ആ ചാനൽ അതിന് വേണ്ടി ഉള്ളതാണ്. നാളത്തേക്ക് എൻ്റെ ലൈഫിന് കുറേ സംഭവം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അതിനകത്ത് വരും. ഇപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ഒന്നും കാണത്തില്ല. അതുകൊണ്ട് ഐ വിൽ കീപ്പ് ഇറ്റ് സിമ്പിൾ.
ഇനി മോനെ ഇടും. ഇത് ജസ്റ്റ് സ്റ്റാർട്ട്. ആദം ചോദിക്കുന്നു, വാട്ട് ഈസ് യുവർ ബിഗസ്റ്റ് ഡ്രീം, ഹൗ ടു കൺസിസ്റ്റന്റ് ഇൻ ലൈഫ്, ഹൗ ടു ബി കൺസിസ്റ്റന്റ് ഇൻ ലൈഫ്. എൻ്റെ ബിഗസ്റ്റ് ഡ്രീം എന്ന് പറയുന്നത് ഐ വാണ്ട് ബി വൺ ഓഫ് ദ ബിഗസ്റ്റ് ആൻഡ് റിച്ചസ്റ്റ് യൂട്യൂബേഴ്സ് ഇൻ ഇന്ത്യ. കേരളം അത് പോകുന്ന വഴി ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രം എന്നുള്ള രീതിയിൽ പുച്ഛമായിട്ട് പറയുകയല്ല, അത് അങ്ങനെ ആയിരിക്കുമല്ലോ എന്തായാലും. യൂട്യൂബിൽ ഏറ്റവും ടോപ്പ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ, അതാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അതാണ് കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ പോലും ഏകദേശം 9 വർഷത്തെ പ്രയത്നമാണ്. കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ ആൻഡ് സോർട്ട് ഓഫ് നെവർ ഗിവിങ് അപ്പ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. അതെനിക്ക് ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ടാണ്. ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ വളരെയധികം ഒബ്സെസ്ഡ് ആണെങ്കിലും ചെയ്യാൻ പറ്റും. എനിക്ക് വളരെയധികം ഒബ്സെഷനായിരുന്നു. ഒബ്സെഷൻ ടു ദ പോയിന്റ് ഓഫ് അൺഹെൽത്തി. അത്രയ്ക്ക് ഒബ്സെഷനായിരുന്നു. അതുകൊണ്ട് എത്തിയത്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ മച്ച് ബാഡ്ലി യു വാണ്ട്. അവസാനം നിങ്ങൾക്ക് എത്ര ആഗ്രഹമുണ്ട്, ഹൗ മച്ച് യു ആർ ഒബ്സെസ്ഡ്. That's what it matters. Next question is by Harris. What's your next 3 years future manifestation like Prithviraj? അപ്പോൾ ഇതിന്റെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് IRL സ്ട്രീമേഴ്സ് ആണോന്നാണ്. അതാണ് ആഗ്രഹം. തുടങ്ങിയിട്ടില്ല, ഞാൻ തുടങ്ങാൻ പോകുന്നു അടുത്ത മാസം. എങ്ങനെ പോകുന്ന ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഇഫ് ഐ ക്യാൻ മാനിഫെസ്റ്റ് ഇറ്റ് ഇൻ ടു റിയാലിറ്റി, മേ ബി ദിസ് ഇസ് ഗോണ ഹാപ്പൻ. ഹാരിസ് പിന്നെയും ചോദിക്കുന്ന പോലെ വേറെ ഹാരിസ് ആണ് ഇത്. If you have a chance to collab with any big YouTuber in USA, which one you choose and what type of videos is it? എനിക്ക് കൊളാബ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ I would choose to be in ഐ തിങ്ക് പ്രിറ്റി മച്ച് ഏത് ബിഗ് നെയിംസിൻ്റെ കൂടെ കൺസിസ്റ്റൻ്റ്ലി ഒരു 10 വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു US ഓഡിയൻസിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞെന്നും പറഞ്ഞ് അവർ ഇന്ത്യയിലുള്ളവരുടെ ഒന്നും വീഡിയോ കാണാൻ ചാൻസ് കുറവാണ്. അപ്പം ഇഫ് ഐ ക്യാൻ ഡു ഇറ്റ് റെഗുലർലി, മേ ബി ഫോർ 10 വീഡിയോസ് ആൻഡ് ഐ ആം ഇൻ ദ ടീം ഓർ സംതിങ്, മേ ബി മിസ്റ്റർ ബീസ്റ്റിൻ്റെ കൂടെ ചെയ്യും. അതൊക്കെ ഞാൻ സെറ്റാക്കി ചെയ്തേനെ. പിന്നെ റയൻ ട്രേഹാൻ്റെ ഒറ്റയ്ക്ക് ചെയ്യുന്നത്, അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് വന്ന് ഏത് ലൈക്ക് KSI, ലോഗനെന്ന് എനിക്ക് വലിയ മതിപ്പില്ല സത്യം പറഞ്ഞാൽ. പറയുന്നവന് ഒരു കള്ള സ്വഭാവമാണ്. പക്ഷെ എന്നാലും ഐ തിങ്ക് മിസ്റ്റർ ബീസ്റ്റ് ചെയ്യാം. അതായിരിക്കും എനിക്ക് കരിയർ വൈസ് ഗുഡ്. I_PRNF ഈസ് ആസ്കിങ്, വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് പ്രോസസ്? വീഡിയോ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇൻസ്റ്റയ്ക്കകത്ത് സ്റ്റോറീസ് ഇടും, അതിനകത്ത് റിപ്ലൈസ് തന്നാൽ അതൊന്ന് റാൻഡമായിട്ട് എടുക്കും. പിന്നെ എനിക്ക് ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അതിൽ നിന്നും പൊക്കി എടുക്കാറുണ്ട്. ഈ 2 ഇതേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ വഴിയിൽ നിന്ന് വല്ലപ്പോഴേ കാണുമ്പോൾ ഞാൻ നിങ്ങളുടെ ചോദിക്കും, അപ്പം നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ അപ്പോഴും എടുക്കുന്നതാണ്. ഗെയിമിംഗ് വിത്ത് സോൾജർ ആസ്കിങ്, ബ്രോ മോസ്റ്റ് ഏൺ മണി ഫ്രം യൂട്യൂബ്? I think the most earned money is in my മന്തി വീഡിയോ. മന്തി വീഡിയോ ചെയ്തായിരുന്നു ഞാൻ കേരളം ഫുള്ളും. അതിനകത്ത് ഏകദേശം 1.5 ലക്ഷം രൂപ എനിക്ക് കിട്ടിക്കാണും. പക്ഷേ ഒരു 60-65 ചിലവാക്കിയിട്ടുണ്ട്. 60-65 ചിലവാക്കുമ്പം തിരിച്ച് കിട്ടാൻ ഒരു ചാൻസും നെഗറ്റീവിൽ പോകേണ്ട വീഡിയോയാണ്. പക്ഷേ ഐ ടുക്ക് ദ റിസ്ക്. സോ ഉനാഗി എനിക്കുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ റിസ്ക് എടുത്തോടെ എനിക്ക് റിവാർഡ് കിട്ടുന്ന ഒരു നിർബന്ധവും ഇല്ല. ഇതെല്ലാം നിങ്ങൾ ഗാംബിൾ ചെയ്യുകയാണ്. അപ്പോൾ യു ഡോണ്ട് ഹാവ് എനി സർട്ടനിറ്റി, യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അതായിരുന്നു ഏറ്റവും കൂടുതൽ വയസ്സ് കിട്ടുള്ള വീഡിയോ. AMG ചോദിക്കുന്നു, വാട്ട് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട് വർക്ക് യു ഓഫ്റ്റൻ സേ ഈസ് ഗോയിങ് ഓൺ? ബാക്ക്ഗ്രൗണ്ട് വർക്ക് നടക്കുന്നതെന്ന് പറയുന്നത് എൻ്റെ സ്ഥലത്തിൻ്റെ കാര്യമാണ്. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. കുറച്ചേറെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം അതിനകത്ത്. അപ്പോൾ അതുള്ളത് കൊണ്ടാണ് എനിക്ക് ബാക്കിയുള്ള എൻ്റെ 1390 ബാക്കിയുള്ള കാര്യത്തിലൊന്നും എനിക്ക് പൈസ എടുത്തിടാൻ പറ്റാത്തത്. അതിപ്പം ഏകദേശം ഒരു 3-4 മാസം സെറ്റാക്കാൻ നോക്കുകയാണ്. വളരെ പാടാണ് സത്യം പറഞ്ഞു. മുഹമ്മദ് അനസ് ചോദിക്കുന്നു, സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? അപ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ ആൻസർ. വളരെ സിമ്പിൾ ആയ ആൻസറാണ്. ഐ എം ആക്ച്വലി കമ്മിറ്റഡ് അല്ല, സിംഗിൾ ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആ ഡേറ്റ് ആയ പെൺകൊച്ച് എവിടെ പോയെന്ന്? ബോയ്സ്, ചില ആൾക്കാർ വരും, പക്ഷെ അവർ നിൽക്കണമെന്നില്ല, അവർ പോകും. ഞാൻ പരമാവധി ശ്രമിക്കേണ്ടതൊക്കെ ശ്രമിച്ചു. പക്ഷെ എന്ത് ചെയ്യാൻ, അവളുടെ വീട്ടിലുള്ള ആൾക്കാരെ കാരണം വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു സിറ്റുവേഷൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ജന്മത്ത് കേൾക്കാത്ത ഒരു സിനാരിയോസ് ഒക്കെയാണ് മോനെ. സത്യം പറഞ്ഞാൽ പ്രേമമില്ല മറ്റേ മൂവി, അതിനെക്കാട്ടിലും കിടിലൻ സ്റ്റോറി ലൈൻ, ഹൊറർ കോമഡി ത്രില്ലറാണ്. ഹൊറർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ജസ്റ്റ് ട്രോമയൊക്കെ ആയിരിക്കും. ഹൊറർ എന്ന് വെച്ചാൽ ആക്ച്വൽ ഹൊറർ അതിനകത്തുള്ളത്. ഒരു ദിവസം ഞാനിത് സിനിമയായിട്ട് ആർക്കും സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കും. തമാശ ഒന്നും പറയാനില്ല, ഞാൻ കുറേ സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. ഈ സ്റ്റോറി ഇറ്റ്സ് ജസ്റ്റ് പീക്ക്. ക്ലൈമാക്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല, ആ രീതിയിലുള്ള ക്ലൈമാക്സാണ്. അത്ര കിടില സ്റ്റോറി. അപ്പം ഇത് ഞാൻ എന്തായാലും സ്ക്രിപ്റ്റാക്കി ചെയ്യാൻ പറ്റില്ലെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു ബുക്കായിട്ട് എഴുതും കേട്ടോ. ബുക്ക് എഴുതിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അത് ഉറപ്പാണ്. ഒരു കുറച്ച് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ബുക്കായിട്ട് എഴുതും. ബുക്ക് അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സ് ഒന്നൊരു സെറ്റാക്കുന്നുണ്ട്, അതായിട്ട് ഞാൻ ബുക്കായിട്ട് എഴുതും. കഴിഞ്ഞിട്ട് ഞാൻ വേണം യൂട്യൂബ് വന്നൊരു വീഡിയോ ആയിട്ട് ഫുള്ളും പറയുകയും ചെയ്യാം. പക്ഷെ എനിക്കൊന്ന് സ്ക്രിപ്റ്റ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഹൊറർ കോമഡി ത്രില്ലർ, അതാണിത് ഫീൽ. പക്ഷെ ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. ബോയ്സ്, അവളുടെ വീട്ടുകാർ അങ്ങനെ മറ്റേത് മറിച്ചത്, പിന്നെ അവൾ അങ്ങോട്ട് ഗിവ് അപ്പ് ചെയ്യും. ഇഫ് സംബഡി വാണ്ട്സ് ടു ഗോ, you can ask them to stay, but if they really are gonna go, they'll go. എൻ്റെ സ്റ്റോറി ഇറ്റ്സ് സോ ഫ്രീക്കിങ് ഗുഡ്. കാണുന്നവർക്ക് തമാശയും ചിരിയൊക്കെ ആയിരിക്കും, പക്ഷെ എനിക്ക് ട്രാജഡി ആയിരുന്നു. പക്ഷെ എന്നാലും ഇറ്റ്സ് സോ ഫ്രീക്കിങ് ഗുഡ് മാൻ. എന്ത് ചെയ്യാൻ, അവിടെ വെച്ച് നമുക്ക് എനിക്ക് തോന്നുന്നു ഞാൻ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു. ഇനിയും Q&A ചെയ്തേനെ, പക്ഷേ അത് പിന്നെ എപ്പോഴെങ്കിലും കുറച്ചുകൂടി നമ്മൾ പ്രോഗ്രസ് ചെയ്തിട്ട് അടുത്ത Q&A ചെയ്യാം എപ്പോഴെങ്കിലും. അപ്പം നിങ്ങൾ വേണം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഇവിടെ ചിത്രം വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഓൾറെഡി ഇത്ര നീണ്ട വീഡിയോ. അപ്പോൾ ബോയ്സ്, 2 മാസം കഴിഞ്ഞ് നമ്മൾ എന്താണ് ഓൾ ഇന്ത്യ ട്രിപ്പ് പോകാൻ പോവുകയാണ്. അതിനകത്ത് ഫുൾ ലൈവ് സ്ട്രീം ആയിരിക്കും. 10-12 മണിക്കൂർ എല്ലാ മാസം ലൈവ് സ്ട്രീം. പക്ഷേ മലയാളത്തിൽ അല്ല, ഹിന്ദി മാത്രം. നിങ്ങൾക്ക് വ്ളോഗ് കിട്ടും ഈ ചാനലിനകത്ത്. ഐ ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ. നെക്സ്റ്റ് ടൈം.